എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. കീഴിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് നമ്മുടെ ആസിഫ് അലിന്റെ ബർത്ത്ഡേ ആണ്. ഓ മുത്തുമണി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മുത്തേ. പോരെ, ഓക്കെ. അപ്പൊ ഇന്നത്തെ കീഴ് മത്സരം ഉണ്ടോ? മത്സരമുണ്ട്. ഇന്ന് ആസിഫ് അലിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന അവര് അത് കൊള്ളാം, ഗംഭീരം. ടൈല് ഇട്ടലും എടുക്കലും ഒക്കെ ഞാൻ തന്നെയാണല്ലോ, അല്ല വിളിക്കലും എടുക്കലും ഒക്കെ. ഫസ്റ്റ് കീഴ് ഇപ്പൊ പറയാം. ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. മോഷൻ പോസ്റ്റർ ആണ് കേട്ടോ. ഗംഭീര കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും കാണുമ്പോൾ തന്നെ കാണാൻ തോന്നുന്നുണ്ട്. അത് ചില പോസ്റ്റർ കാണുമ്പോൾ ഈ സിനിമ കാണണം എന്ന് തോന്നൂലേ, അങ്ങനത്തെ ഒരു സാധനം. സേതുനാഥ് പത്മകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഈദിന് 2025 ഈദിന് റിലീസ് എത്തും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പൊളി സാധനം. അതായത് കൺസെപ്റ്റ് ശരിക്കും പോസ്റ്ററിൽ തന്നെ കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു ടോക്സിക് ആയിട്ടുള്ള ആണോ ഇനി ഭർത്താവാണോ ഭാര്യയാണോ ടോക്സിക് എന്നുള്ളത് അതും പറയാൻ പറ്റില്ല. ആഭ്യന്തര കുറ്റവാളി എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, സർക്കിട്ട് സിനിമയുടെ ഒഫീഷ്യൽ സ്പെഷ്യൽ ടീസർ ഇന്ന് 6 മണിക്ക് വരും. ഓക്കെ, താമർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയിൽ നായിക നമ്മുടെ ദിവ്യപ്രഭ. എന്താണെങ്കിലും ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ്. സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമോ? ആളുടെ ഒരു ബർത്ത്ഡേ ഒരു വിശ്വാസം അറിയിക്കണം, അതിനുള്ളൊരു ടീച്ചർ ആയിരിക്കും. അടുത്തത് ഗോഡ് ഓഫ് ലവ് സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. STRന്റെ 51ാമത്തെ സിനിമ ഇനി ഗോഡ് ഓഫ് ലവ് എന്നറിയപ്പെടും. ശരിക്കും ഇത് എൻ്റെ ടാഗ് ലൈനാ, ഗോഡ് ഓഫ് ലവ്. അശ്വന്ത് മാരിമുത്തുമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി വിടാമുയർച്ചി സിനിമയുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ലോഡഡ് ആൻഡ് ലോക്കഡ്. തിരിഞ്ഞുപോയി, ലോക്കഡ് ആൻഡ് ലോഡഡ് ആണോ? അങ്ങനെയാണോ? അങ്ങനെ തന്നെ. ഓക്കെടാ. എന്താണെങ്കിലും ഒരു സ്റ്റില്ല് അനിരുദ്ധൊക്കെയുള്ള സ്റ്റില്ല് പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, സിനിമ 6-ാം തീയതി. അടുത്തത് ഭയങ്കര ഒരു ക്ഷീണം, ഒരു തളർച്ച. അത് ചൂടിന്റെ കാലാവസ്ഥ തന്നെ ആയിരിക്കും. കാലാവസ്ഥ തന്നെ ഉറപ്പാ. അടുത്തത് നിലാവുക്ക് എന്മേൽ എന്നടി കോപം സിനിമയുടെ ടീസർ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റും 24 സെക്കൻഡുമാണ്. അതിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നാ വരുന്നതെന്നുള്ളത്. പക്ഷേ 4th സിംഗിള് ഇന്ന് 6 മണിക്ക് വരും. ഓക്കെ, പുള്ളേ എന്ന് തുടങ്ങുന്ന സോങ്. പുള്ളേ, അല്ലെങ്കിൽ പാട്ടൊക്കെ അടിപൊളി പാട്ടുകളാ. കീറിയോ? ഇപ്പൊ എവിടുന്ന് തുറക്കും? ടിക്കി ടാക്ക സിനിമയുടെ ക്യാരക്ടർ ഫോട്ടോ വന്നിട്ടുണ്ട്. നമ്മുടെ ആസിഫ് അലി തന്നെയാണിത് പങ്കുവച്ചിട്ടുള്ളത്. ജോൺ ഡെൻവർ. കിടിലം പേര്, ജോൺ ഡെൻവർ. വായിൽ കിട്ടൂല, നല്ല കിടില ലുക്കും. അതെ. അടുത്ത ഇടിപ്പടം കേട്ടോ, വരാനുള്ളതാണത്. STR 50 48, അതായത് STR 48 എന്ന് പറഞ്ഞ സിനിമ STR 50 ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ദേശിംഗ് പെരിയസ്വാമിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, പ്രൊഡക്ഷൻ നമ്മുടെ രാജ്കമാൽ ഫിലിംസ് ആയിരുന്നു. അതെ, ഇപ്പോ അവരല്ലേ മാറിയെന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്തായാലും അത് വിട്ടുകളയുള്ള ഉദ്ദേശമല്ല, അത്ര ഗംഭീര സാധനമെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അടുത്ത കിഴി RC 16 ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. കൊടാക്ക് വെച്ചിട്ടാണോ അത് ചെയ്തിട്ടുള്ളത്. സംഭവം ആ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടാനേ കൊള്ളാം, നൈസായിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു സ്റ്റില്ല്, അതായത് ലാലേട്ടനും സത്യനന്ദിക്കാടും കൂടി നിൽക്കുന്ന ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. സിനിമ ഒരാഴ്ചക്കുള്ളിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ചാട്ടുളി. ചാട്ടുളി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി 27-ാം തീയതി. അല്ലേ? ഫെബ്രുവരി 27-ാം തീയതി അല്ല, ഫെബ്രുവരി 21-ാം തീയതി. ഒന്നാം തീയതി. ചെറിയ മിസ്റ്റേക്ക്, അതൊക്കെ സാധനം.
തെറ്റുകൾ പറ്റാത്ത ചൂട് ഏറ്റിട്ടുണ്ട്. തെറ്റുകൾ പറ്റാത്ത ആരുമല്ല ഗോപു എന്ന് പറഞ്ഞില്ലേ. അടുത്തത് വല്യേട്ടൻ. അടിപൊളി. വല്യേട്ടൻ സിനിമയുടെ OTT റിലീസ് മനോരമ മാക്സിൽ ഫെബ്രുവരി 7-ാം തീയതി. ഓക്കെ. അടുത്ത കിഴി 2-1 ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓ, അടുത്ത ഭാഗം വരുന്നുണ്ട് മെയ് 16-ാം തീയതി സിനിമ റിലീസിനെത്തും. ബ്ലഡ് ലൈൻസ് എന്നാട്ടോ പേര്. ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ, ഒഫീഷ്യൽ ട്രെയിലർ. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. മെയ് 16-നാണ് സിനിമ റിലീസിനെത്തുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ആ സിനിമ ഇഷ്ടമല്ല കേട്ടോ. ഉള്ള കാര്യങ്ങളല്ലോ, അത് വിധിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എങ്ങനെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാൽ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നുള്ള അറിയുന്നതിൻ്റെ ഒരു ത്രില്ല് എനിക്കത്. അടുത്തത് രേഖാചിത്രം. രേഖാചിത്രം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ടോട്ടൽ ബിസിനസ് ആണ് കേട്ടോ. 75 CR എല്ലാം ഉൾപ്പെടുത്തിയിട്ട് സാറ്റലൈറ്റും OTTയും എല്ലാം, മ്യൂസിക് റൈറ്റ്സും. ഓക്കെ. അടുത്ത കിഴി അങ്ങനെ ഒറ്റയ്ക്ക് എന്താടാ, ഒറ്റയ്ക്ക് പോവാന്ന് നീ കരുതണ്ടാന്ന് അതാ ഉദ്ദേശിച്ചത്. അടുത്തത് കാന്ത സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ ഫസ്റ്റ് ലുക്ക് വന്നതിന് ശേഷം സെക്കൻഡ് ലുക്കും വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വല്ലാത്ത ചെയ്ത്തായി പോയിട്ടോ. ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്, അതായത് ആരാണ് ക്യാരക്ടർ എന്നുള്ളത്. MKT, അതായത് MK ത്യാഗരാജ് ഭാഗവതർ, ആ ക്യാരക്ടറാണ് നമ്മുടെ ദുൽഖർ ചെയ്യുന്നത്. സംഭവം വില്ലനായിട്ട് തന്നെ ആയിരിക്കാം. ആവട്ടെ. ഒരു ലുക്ക് കണ്ടോ, കറക്റ്റ് ഇന്നലെ ഞാൻ പറഞ്ഞ സാധനമല്ലേ. മുറിക്കുന്നത് അഹമ്മദ് ഹാജി. അതായത് ബീഡി മാറ്റണം, അത്രേ ഉള്ളൂ. അല്ല, സിഗരറ്റ് മാറ്റണം, പിന്നെ കോട്ട് മാറ്റണം. അടുത്തത് നിതീഷ് സഹദേവൻ മമ്മൂക്ക മൂവി. സിനിമയില് അൽഫോൺസ് പുത്രൻ ഒരു പ്രധാന വേഷത്തിലുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. റൂമറുകളാണ്, സത്യമായിട്ടില്ല, അറിയത്തില്ല. സത്യമാണോന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അടുത്തത് MMMN. ഓ, നമ്മുടെ കിഴിയൊക്കെ കീറി പറഞ്ഞു കേട്ടോ, മാറ്റാനുള്ള സമയം എന്നും എടുത്ത് മായ്ക്കലല്ലേ പണി, കീറാണ്ടിരിക്കോ. എടുത്ത് അടുത്ത പേപ്പറുകൾ സെറ്റാക്കാനുള്ള സമയമായി. ഓക്കെ, സിനിമ അതായത് നമ്മുടെ ഹൃദയപൂർവ്വം സിനിമ അല്ലേ, അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ MMNൽ നമ്മുടെ ലാലേട്ടൻ ജോയിൻ ചെയ്യും കൊച്ചിയിൽ വെച്ചിട്ട്. അതിനുശേഷം ഡൽഹിയിലല്ലേ, ഡൽഹിയല്ല മുംബൈ. MMNന്റെ തന്നെ ഷെഡ്യൂള്, അത് മമ്മൂക്കയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്. ഓക്കെ. അടുത്തത് പൈങ്കിളി സിനിമയുടെ 10 ദിവസം, അതായത് 10 days to go എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. സജിൻ ഗോപു നായകനാണ്. അങ്ങനെ സജിൻ ഗോപു എന്ന് പറയണ്ട, നീ ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചത് സജിൻ ഗോപു എന്ന് പറഞ്ഞാൽ അമ്പാൻ. അത് ലാലേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട്, അതായത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കഥ, ഗ്യാങ്സ്റ്റർ കഥ. അപ്പോൾ അതിൽ അമ്പാൻ വരും എന്നുള്ള ക്യാരക്ടറിനെയാണ് ഉദ്ദേശിച്ചത്. ഇത് പൈങ്കിളി, അതിൽ സജിൻ ഗോപു, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ നെയിം പറയണം. അപ്പോൾ സജിൻ ഗോപു നായകനാവുന്ന സിനിമ, നമ്മുടെ അനശ്വര രാജനാണ് ഇതിൽ നായിക. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 14-ാം തീയതി. ജിത്തു മാധവൻ, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ. ഗെയിം ചേഞ്ചർ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഗെയിം ചേഞ്ചർ ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട് ഫെബ്രുവരി 7-ാം തീയതി. എന്താണെങ്കിലും സിനിമ തിയേറ്ററിൽ കാണാത്തവർക്കൊക്കെ OTT കാണാം കേട്ടോ. എനിക്കൊക്കെ ഞാൻ കാണും. മതിയായതാ, കാരണം മോനെ കഥ കേട്ടിട്ട് മതിയായതാ. അതിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മുടെ SJ സൂര്യൻ ഇരുന്നിട്ട് ഒരു ചിരി ഉണ്ട്. SJ സൂര്യന്റെ മുന്നിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കുതിരനായിരുന്നു. നാഷണൽ അവാർഡ് അപ്പോൾ എഴുതിയാണ് കൊടുത്തു കണ്ടിട്ട്. എന്തായാലും ഞങ്ങൾ പോവുകയാണെങ്കിൽ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.